സങ്കല്പിക്കാൻ ശരിക്കും ഇത് സംഭവിച്ചതാണ്. അവിടെ ചെന്നപ്പോ ഒരു മിറാക്കിൾ പോലെ അവനങ്ങ് കയറി 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 പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റിൽ എത്തിയപ്പോൾ അവൻ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഞാൻ തന്നെ വിന്നറാകും എന്ന്. ഇച്ചിരി ജാടയൊക്കെ ഇടാം, വേണമെങ്കിൽ കാലൊക്കെ കാൽമേൽ കയറ്റിയൊക്കെ ഇരിക്കാം. അതെ, സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മക്കള് ലംബോർഗിനി മേടിച്ചു, JCB മേടിച്ചു. എന്താ ഇഷ്ടപ്പെട്ട ശരിക്കും? അങ്കിളുടെ ഷേപ്പും അങ്കിളുടെ ഹെയറും അങ്കിളുടെ ഷർട്ടും അങ്കിളുടെ പാന്റും. നീ എന്നെ പുകഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതല്ലേ സാർ? അതെ, ഇപ്പോഴേ കൊള്ളൂല. എന്തോ പറയുന്ന അങ്കിള് MJ കാണുമ്പോൾ പറയും MJ ആണ് ഇഷ്ടമെന്ന് പറയും, ബിന്നി മാമിനെ കാണുമ്പോൾ പറയും ബിന്നി മാമിനാണ് ഇഷ്ടമെന്ന് പറയും. അവരെല്ലാം സോപ്പിടാൻ വേണ്ടിട്ട് ചെയ്തതല്ലേ ഇതൊക്കെ? സോപ്പിടാൻ വേണ്ടിട്ട് ഞാൻ എന്നെ അമ്മേനെ കൂടെ ചെയ്യണം. സോപ്പിട്, അമ്മയെ സോപ്പിട്ടെ ഒന്ന് കാണട്ടെ. അമ്മ ഈ MJ അങ്കിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമാശക്ക് വേണ്ടിട്ട് ചൊടിപ്പിക്കുമല്ലോ, അപ്പൊ ശരിക്കും ദേഷ്യം വരുമോ? ദേഷ്യം കൊണ്ടുണ്ട്. എന്ത് പറഞ്ഞാണ് ദേഷ്യം മാറ്റി വെക്കണത്? ഞാൻ പ്രാർത്ഥിക്കും, അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ആ സാധനം പോയിട്ട് കഴിഞ്ഞു. അടിപൊളി. ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. അറിയത്തില്ല, ചന്ദുവിനെ തോപ്പിക്കാൻ അറിയില്ല മക്കളെ. മോൻ ഈ ഒരു ചെറിയ പ്രായത്തില് എത്ര വലിയ അച്ചീവ്മെന്റ് ആണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് മോന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ശ്രേയ ഘോഷാൽ കണ്ടിട്ട് ജീനിയസ് ആന്ന് പറഞ്ഞിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണത്? ഇതൊക്കെ എന്ത്? ഓ അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ടോപ്പ് സിംഗറിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടുന്നത്. അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടിയിട്ട് നമുക്ക് അമ്മയെ ഇങ്ങോട്ട് വിളിക്കാം. ഓ, മോള് അമ്മയ്ക്ക് വേണ്ടിയിട്ടൊരു പാട്ടും ഒരു മലയാളം പാട്ട് പാടുമോ ഏതെങ്കിലും? വിദ്യാസാഗർ സാറിന് തന്നെ പാടിയത് കൊള്ളാം, നല്ല സെലക്ഷൻ. നമുക്ക് അമ്മയെ കൂടെ ഇങ്ങോട്ട് വിളിക്കാം. അമ്മയ്ക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ കുറുമ്പനെ കുറിച്ച്. അമ്മ കമോൺ. ഇവർ രണ്ടുപേരെയും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്ന പേരുകളാണ് ഈ പറയുന്ന സന്ധ്യയും സജിമോനും. നിങ്ങൾ ഇവർ രണ്ടുപേരെ ഇത്രയും ടോപ്പിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ എടുക്കുന്നൊരു എഫർട്ട് എന്താണെന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സല്യൂട്ടാണ്. ഇത്രയും വലിയ ഷോസിൽ ഇവർ കൊണ്ടുപോയി വിൻ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയാത്ത. ഇതെങ്ങനെ സാധിക്കും? നിങ്ങൾ ഇടുക്കിയിലാണെന്ന് പറയുന്നു, ഇത്രയും മലയോര ഏരിയയിൽ നിന്നിട്ട് ഇങ്ങനെയൊക്കെ ഈ സംഭവം ചെയ്യാന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. എങ്ങനെയത് സാധിക്കുന്നത്? വളരെ സന്തോഷമാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. ഇടുക്കി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ജന്മനാടാണ്. മക്കള് ജനിച്ചത് തമിഴ്നാട്ടിൽ സേലത്താ. അപ്പൊ രണ്ടുപേരും അവിടെ ആയിരുന്നു. മോള് 7ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. അപ്പൊ കൊറോണ സമയത്താണ് നമ്മളിങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പോൾ അവൾക്ക് മ്യൂസിക്കിൽ താല്പര്യം ഉണ്ടെന്ന് കണ്ടിട്ട് അവളെ കർണാട്ടിക്കിന് വിട്ടു. അപ്പോൾ വയറ്റിൽ നിന്ന് ഇവൻ കേട്ടു, വളർന്നുകൊണ്ടായിരിക്കും മുന്നിത്ര. പിന്നെ അവൻ്റെ ഉള്ളിലൊരു സംഭവം ഉണ്ട്. അത് അമ്മയെന്ന നിലയ്ക്ക് എനിക്ക് തന്നെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കൊടുക്കുന്നതല്ലല്ലോ, കൊടുത്ത ഒരു ഇൻബോൺ ഉണ്ട്, അന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ കയ്യിൽ എത്തിച്ചു. അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുപോയി ഒരു ഇതിലെത്തിക്കുക എന്നുള്ളൊരു കടമ നമുക്കുണ്ടല്ലോ, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഹിന്ദി റിയാലിറ്റി ഷോയിൽ ടോപ്പിലെത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മൾ മലയാളത്തിൽ നിന്ന് പോകുന്ന ഒരാള് ഹിന്ദി റിയാലിറ്റി ഷോയിൽ ഇത്ര രസമായിട്ട് പാട്ട് പാടി അതിന്റെ ടോപ്പിലെത്തുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ ശരിക്കും ഇത് സംഭവിച്ചതാണ്. കാരണം നമ്മൾ പോകുമ്പോൾ ഒരു ഓഡിഷൻ ഒരു പാട്ടല്ല 2 പാട്ട്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 പാട്ട്, ആ നിലയ്ക്കാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് എലിമിനേഷൻ ഉണ്ടല്ലോ. അങ്ങനെ എത്തും എന്ന് വിചാരിച്ച്, അങ്ങനെയാണെങ്കിലും നമുക്ക് സന്തോഷമാണ്, കാരണം ഈ പ്രായമല്ലേ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു മിറാക്കിൾ പോലെ അവനങ്ങ് കയറി 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 പിടിച്ച് കയറി പോകില്ല. നമ്മൾ ഇങ്ങനെ ക്ലൈംബ് അങ്ങനെ പോയതാണ്, അങ്ങനെ എത്തിയതായത്. പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ലാസ്റ്റിൽ എത്തിയപ്പോൾ അവൻ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു ഞാൻ തന്നെ വിന്നറാകും എന്ന്. അനിർവിന്യ ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു ഞാൻ തന്നെ വിന്നർ. ഇവന് കോൺഫിഡൻസ്, നല്ല കോൺഫിഡൻസ് ലെവലാണ്. എനിക്ക് തോന്നുന്നു
നമുക്കൊക്കെ ഈ പ്രായമായിട്ടും അതിന്റെ ഒരംശം പോലും ഇല്ല. എം ജി സാറ്, ശരത് സാറ്, ബിന്നി മാം, രാഹുലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഏറ്റവും കൂടുതൽ അടി വെച്ചിട്ടുള്ളത് എം ജി സാറുമായിട്ടാണ്. മറ്റേ വാക്കുട്ടിയായിട്ടുള്ള പ്രശ്നം നിങ്ങളുടെ ഇടയിൽ നിന്ന് പരിഹരിക്കുന്നത് എം ജി ആയിരുന്നു. പക്ഷെ എം ജി കറക്റ്റ് സ്റ്റാൻഡാണ് എടുത്തേക്കുന്നത്. രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാതെ തെറ്റും ശരിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എം ജി സാറിന്റെ അടുത്ത് ഇച്ചിരി ഉടക്ക് കൂടുതലാണ്. പക്ഷെ സ്നേഹം കൂടുതൽ എവിടെയാ? എം ജി സാർ എല്ലാവരും ഇഷ്ടമാണ്. ഉടക്കുണ്ടെങ്കിലും ഇഷ്ടക്കുറവൊന്നുമില്ല എം ജി ആയിട്ട്. ശരത്താറിന് ഇഷ്ടം കൂടുതലുണ്ടോ? എല്ലാവരും ഇഷ്ടമാണ്. ബിന്നി മാം എങ്ങനെയാണ്? തമാശയൊക്കെ പറയുന്ന ആളാണ്. ചിരിക്കാനൊക്കെ ഉണ്ട്, അത് ഏറ്റവും ഹൈലൈറ്റ്. ചിരിക്കാനൊക്കെ ഉണ്ട്, രാഹുൽ സാറൊക്കെ ചിരിക്കാനുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ പറഞ്ഞു. കോമഡി ഒക്കെ പറയുമ്പോൾ ചിരിക്കാനുണ്ട് എല്ലാവരും. ശിവാംഗി വിളിച്ച് സംസാരിച്ചായിരുന്നു ബിന്നി മാമിന്റെ മോള്? എന്റെ നമ്പറില്ല കയ്യിൽ. ഇടയ്ക്ക് ഒരു ദിവസം പറയുന്ന കേട്ടോ ടോപ്പ് സിംഗറില് മോളുണ്ടെന്നൊക്കെ അറിയാന്ന് ബിന്നി മാമിനോട് പറയുന്നത്. എനിക്കറിയാം, പക്ഷെ വിളിച്ചിട്ടില്ല. നേരിട്ട് കണ്ടിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല. ശരത് സാർ എന്താ പറയണെന്ന് കേൾക്കാം. മക്കളെ, കുഞ്ഞെ, ചക്കരെ, പഞ്ചാരെ, ലവ് യു. ആദ്യ ശരത്തങ്ങളുടെ സ്നേഹം. പിന്നെ മക്കള് ഇവിടെ നമ്മുടെ ഷോയിൽ നിന്ന് ടോപ്പ് സിംഗറിൽ നിന്ന് പോയിട്ട് അവിടെ പോയി നോർത്ത് ഇന്ത്യ മൊത്തം എടുത്തിട്ട് അമ്മാനാടിയില്ലേ നീ? അത് ഞങ്ങൾക്ക് എന്ത് പ്രൗഡാണ്. നമ്മുടെ കുഞ്ഞ് അവിടെ പോയി കലക്കി എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ഇത് പ്രൈസ് കിട്ടിയതിലും കുറേ സന്തോഷം. മക്കളൊരു അസാധ്യ പാട്ടുകാരനാണ്. നീ പാടുന്ന പല വീഡിയോകളും ചരിത്രങ്ങൾ കണ്ടു. കുറേ സന്തോഷം. അപ്പോൾ നമ്മുടെ ബാബുക്കുട്ടൻ്റെ മനസ്സിൽ ഇങ്ങനെ അതെപ്പോഴും ഒരു സന്തോഷമല്ലേ. അത് മാത്രമല്ല, മക്കളുടെ തലയിൽ മക്കളെ കുഞ്ഞായിരിക്കും ആദ്യമായിട്ട് കലയിൽ കൈവച്ച് അനുഗ്രഹിച്ച ഒരാളാണ് ചരിത്രങ്ങൾ. പിന്നെ ചരിത്രങ്ങളിൽ ഒരു ചോദ്യമുണ്ട്, മക്കൾ ലംബോർഗിനി മേടിച്ചോ, JCB മേടിച്ചോ? ഇതിന് ഉത്തരം പറയാം. പിന്നെ JCB മേടിക്കുമ്പോൾ ചരിത്രങ്ങളുടെ എൻ്റെ വക്കീലിരുത്തി ഒന്ന് നാട് ചുറ്റി കാണിക്കാൻ പറ്റൂ. ലവ് യു മുത്തേ. ശരതങ്ങളിനെ ശരിക്കും JCB കയറ്റോ? JCB എന്റെ കയ്യിലില്ല. പറഞ്ഞോ. ലംബോർഗിനി അവിടെയൊക്കെയാണ്. നമ്മളിപ്പം പുതിയ കാറായിട്ട് മേടിക്കാൻ പോവാ. ഇവിടുത്തെ സൗത്തിന്റെ വണ്ടി മേടിക്കാൻ പോവാണ് ഇനി അടുത്ത മാസം. മേടിക്കുമ്പോ പതിയെ പോയി. അപ്പൊ ശരതങ്ങളിനെ കയറ്റുമോ അതിന്? കേട്ടും, ഉറപ്പായിട്ടും. ഈ JCB വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. JCB ഒക്കെ വായിക്കുന്നത് എങ്ങനെയാണ്? JCB ഒക്കെ മണ്ണിന് വേണ്ടിട്ട് എടുക്കുന്നത്, ഇങ്ങനെ കൊത്തും. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നല്ലോ പറഞ്ഞത്. അതാണ് ശരത് സാർ പറഞ്ഞത്. JCB ഞാനൊന്നും പറഞ്ഞിട്ടില്ല. JCB വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത്. അത് മാറി. ഞാൻ ലംബോർഗിനി കൊടുക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇനി പുതിയ വണ്ടി മേടിച്ച് നമുക്ക് പുതിയ വണ്ടി കേട്ടണം. ഈ ശരത് സാറ് പറഞ്ഞില്ലേ അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ, അത് പറയൂ. അത് മോളെ ആയിട്ട് തമിഴിലൊരു കോമ്പറ്റീഷന് പോയതാ, റിയാലിറ്റി ഷോയില്. അപ്പോൾ ആ സമയത്താണ് ഒരു ദിവസം അവിടുത്തെ ഒരു ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു എല്ലാവരും കഴിക്കാൻ വന്നിരിക്കുന്ന രാവിലെ ഒരു ഹോട്ടലാണല്ലോ ശരവണ ഭവൻ. സാറിന് ഭയങ്കര ഫേമസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞങ്ങൾ ചെന്ന് കയറുന്ന സമയത്ത് ശരത് സാർ അവിടെ ഉണ്ടായിരുന്നു. സാറിന് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ എക്സൈറ്റഡ് ആയി. പിന്നെ ചെല്ലാവൂന്നൊക്കെ മടിച്ചു. നമ്മളന്ന് സാറിന് അന്നൊന്നും അങ്ങനെ തന്നെ കാണുന്നെങ്കിൽ അന്ന് തുടക്കമല്ല. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ആ ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നൊക്കെ നിന്ന് ആ സമയത്തുള്ളതാണ്. അപ്പോൾ ചെന്ന് മോള് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി ചെന്നു. സാറേ, ഞാൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി വന്നതാണ്, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ കാലം തൊട്ട് സമയത്ത് സാറ് അവിടെ കലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അപ്പോൾ ഇവനൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവൻ എൻ്റെ മടിയിൽ കയ്യിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ കയ്യിലിങ്ങനെ കൈ വെച്ചിട്ട് അനുഗ്രഹിച്ചു. അപ്പോൾ അത് മറക്കാൻ പറ്റില്ല. ഒരു മ്യൂസീഷ്യൻ, എത്രയും വലിയൊരു മ്യൂസീഷ്യൻ്റെ കൈയാണ് ആദ്യമായിട്ട് ഇങ്ങനെ തലയിൽ അനുഗ്രഹിക്കാമെന്ന് കൈ വന്നിഞ്ഞത്. അപ്പോൾ അത് ഞാൻ അന്ന് ഫ്ലോറിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോപ്പ് സിംഗറിൽ വെച്ചിട്ട്. സാർ അത് ഇപ്പോഴും ഓർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കണ്ടപ്പോൾ, വീഡിയോ കണ്ടപ്പോൾ. ഒരു കാര്യം കൂടെ അതിൽ കൂടെ ചേർക്കാനുള്ളത്, ഞാൻ ആദ്യമായിട്ട് ശരത് സാറിന്റെ ഇന്റർവ്യൂ എടുക്കുമ്പോൾ മ്യൂസിക്കൽ ഇന്റർവ്യൂ എന്ന് പറയുന്ന ജോണറിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ എന്നെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അപ്പോൾ ചെന്നൈയിൽ ചെല്ലുമ്പോൾ വിളിക്കണം, നിനക്ക് സദ്യ വരും, എന്നിട്ട് സദ്യയെ കുറിച്ച് സാർ ഭയങ്കര രസമായിട്ട് പറയും. അപ്പം സാറിന് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് സാർ അങ്ങനെ എൻകറേജ് ചെയ്തപ്പോൾ ഞാനും കരുതി എന്റെ ഉള്ളിൽ എന്തോ ഉണ്ടല്ലോ. അപ്പം കൈതപ്പൻ സാറിന്റെ പാട്ടും ആകാശദീപം എന്ന് മുണരവിളായൊക്കെയാണ് ചോദിച്ചത്. ആ സമയത്ത് ഇവര് തമ്മിലുള്ള കോംബോ നോക്കിയപ്പോ ഷാറിന്റെ അടുത്ത് ഇത് ചോദിച്ചപ്പോ കൊള്ളാമെങ്കിൽ എന്നാ കൈതപ്രത്തിനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ആദ്യത്തെ അപ്രീസിയേഷൻ കൈതപ്രം സാറിന്റെ ഇന്റർവ്യൂവില് കിട്ടുന്നത്. ഈ ശരത് സാറാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ മ്യൂസിക്കൽ ഇന്റർവ്യൂസ് ചെയ്യാനുള്ള
ഇപ്പോ ഇവന്റെ സൂപ്പർ സ്റ്റാറിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സാറിന്റെ ഐശ്വര്യം രണ്ടുപേരും സാറാണ് തുടങ്ങി വെച്ചത്. നാഥൻ എന്ന് പറഞ്ഞാൽ സാറാണ് തുടങ്ങി വെച്ചത്. ശരിക്കും സന്ധ്യ പാടില്ല. ഇല്ല, ഞാൻ പാട്ട് പാടില്ല. പക്ഷെ കവിതയൊക്കെ ചൊല്ലും. കവിത ചൊല്ലത്തുമില്ല, എഴുത്തും വായനയൊക്കെ ഭയങ്കര ഉണ്ടായിരുന്നല്ല. സത്യം പറഞ്ഞാൽ ഇതൊരു സാക്രിഫൈസ് ആണ് ഇരിക്കുന്ന രണ്ടും. എന്റെ ഒരു ഇതാണ്, ഞാൻ എല്ലാം മാറ്റിവെച്ചു. എഴുതാറില്ല, വായിക്കാറില്ല, ഒന്നുമില്ല. ഇതായി എന്റെ ലോകം എന്ന് പറയുന്നത് ഈ രണ്ട് കുഞ്ഞുങ്ങളായിട്ട് മാറി. വേറെ ലോകമല്ലേ, എന്ത് ലെവലാണ് വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സന്ധ്യ ശരിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടല്ലോ, ഇവരെ രണ്ടുപേരെയും എത്തിക്കുന്ന ഹൈറ്റ് കാണുമ്പോൾ ഈ പുറകെ നിൽക്കുന്ന ആൾക്കാരെ തന്നെ ശ്രദ്ധിക്കുള്ളൂ. കാരണം ഇത്രയും ഉയരത്തിൽ എത്തുക എന്ന് പറയുമ്പോൾ അതിനൊരു പരിശ്രമം ഉണ്ടാവണം. ഇത് ഫുൾ ആൻഡ് ഫുള്ളി അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ അവള് കുറച്ച് മുതിർന്നപ്പോ അവളുടെ ആ പൊട്ടൻഷ്യൽ ഇവനിലേക്കും കൂടെ പകർന്നു കൊടുത്തതിന്റെ ഫലമാണിത്. അങ്ങനെ അതെന്താ പാസ് ചെയ്ത് വന്ന സംഭവമാണ്. ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ എല്ലാം മാറ്റിവെച്ചു. ഞാൻ മലയാളം PG ആണ്. അപ്പൊ എഴുത്തൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടമായിരുന്നു. എന്റെ ഇഷ്ടങ്ങളെല്ലാം ഞാൻ മാറ്റിവെച്ചു. എന്നിട്ട് ഇത് മെയിനായിട്ട് എടുത്തു, മെയിൻ സബ്ജക്റ്റ് ഇതാക്കി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ഭാഗം. പിന്നെ അവർക്ക് കഴിവില്ലാതെ നമ്മൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല. അവരുടെ കഴിവ് ഈശ്വരൻ കൊടുത്തത് അത് മറുപുറം ഞാൻ കൊടുത്തത് അതിന്റെ ബാക്കി രണ്ടുകൂടെ കൂടി ചേർന്നപ്പോൾ ഇത്രയെങ്കിലും എത്താൻ പറ്റി. ഇനിയും ഒരുപാട് ഉയരട്ടെ എന്ന് ഇങ്ങനെ മനസ്സുകൊണ്ടാകും. രണ്ടുപേർക്കും എത്ര സല്യൂട്ട് മതിയാവില്ല കേട്ടോ. അത്രയും രസമായിട്ടാണ് രണ്ടുപേരും അത് പെർഫോം ചെയ്യുന്നത്. അമ്മയുടെ കവിത ഏതെങ്കിലും ഓർമ്മയുണ്ടോ? അമ്മയുടെ കവിത പണ്ട് എഴുതുമായിരുന്നു. അതൊക്കെ ഒരു ഡയറിയിൽ ഇങ്ങനെ ഉണ്ട്. ഇടയ്ക്കൊക്കെ വായിക്കും. പിന്നെ ഞാൻ തമിഴ്നാട്ടിലൊക്കെ അല്ലേ ജനിച്ചു വളർന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് മലയാളം ഈ കവിതാ ഭാഷയൊന്നും അത്ര ഭാഷയില്ല. വീട്ടില് മലയാളം സംസാരിക്കുന്നോണ്ട് അതറിയാം, സാഹിത്യ ഭാഷ പിടുത്തമില്ല. അപ്പൊ അമ്മയുടെ ഇത് കാണുമ്പോ ഹായ് കൊള്ളാം, അത്രേ ഉള്ളു, എടുത്തു വെക്കും. തെലുങ്കിലും ഹിന്ദിയിലും ഒക്കെ പോയതുകൊണ്ടാണ് ഞാൻ അധികം മലയാളം പാട്ട് ചോദിക്കാത്തത്. എങ്കിലും ഒരു മലയാളം പാട്ടും കൂടെ പാടാം. നേരത്തെ പാടിയത് വിദ്യാസാഗർ സാറിന്റെ പാട്ട് അടിപൊളിയായിരുന്നു. ഒരു പാട്ടും കൂടെ പാടാം. രണ്ടുപേർക്കും കൂടെ പാടാനുള്ള ഉണ്ടോ? അല്ലെങ്കിൽ അല്ലിയാമ്പല് പാട്. അല്ലിയാമ്പൽ അറിയാം. കള്ളിപ്പൂങ്കിലെ അറിയോ? കള്ളിപ്പൂങ്കിലെ അറിയാം, അടിപൊളിയാ. എം ജി അങ്ങളിനെ നമുക്കൊരു കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. എം ജി സാറിന്റെ അടിപൊളി പാട്ട്. ഫ്ലവേഴ്സുള്ള സമയത്ത് പെർഫോം ചെയ്ത് ഈ പാട്ട്. അപ്പൊ ഈ 7 മാസത്തെ ഒരു ഗ്യാപ്പ് കുഞ്ഞു പിടിച്ചല്ലേ. അപ്പൊ അവിടെ ചെന്ന് അവിടുത്തെ ആ പ്രഷറും ഭാഷ പഠിക്കുന്നതിന്റെ ഇതും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ പാട്ടിൽ നിന്ന് മലയാളത്തിൽ നിന്ന് കുറച്ച് പിന്നിലേക്ക് ആയിട്ടുണ്ട്. ഇനിയാകും എല്ലാ ഭാഷയിലും പാട്ടുകൾ ഇനി നമ്മൾ ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വരും. ഒരു ഭാഷയിലോട്ട് ഒതുങ്ങാനായിട്ട് എല്ലാ ഭാഷയും ഒന്നിച്ചു കൊണ്ടുപോകണതാണ്. പിന്നെ ഒരു 7 മാസം ഒന്നിച്ച് സ്ട്രെച്ച് ആയതുകൊണ്ട് മലയാളം പാട്ട് കുറച്ചൊന്ന് പുറകോട്ടായി. അപ്പൊ ഇപ്പോ എന്നെ ഒരു ഹിന്ദി പാട്ട് പഠിപ്പിക്കാൻ പോവാം. റഫി സാറിന്റെ ബഹാറും പൂല് എന്നൊന്ന് പഠിപ്പിക്കേ. എനിക്ക് അറിഞ്ഞൂടാ. അടിപൊളി. പാട്ട് പഠിക്കാൻ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമെങ്കിലും പഠിച്ചെടുക്കുമല്ലോ. പഠിച്ചെടുക്കുമ്പോഴാണല്ലോ സന്തോഷം കിട്ടുന്നത്. അപ്പോ ഇപ്പൊ ഏതെങ്കിലും ഒരു ലൈവായിട്ട് ഒരെണ്ണം പഠിപ്പിക്കാൻ പറ്റുമോ ചെറുതായിട്ട്? ലൈവായിട്ട് കള്ളിപ്പൂങ്കുയിലെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. കാതിൽ മെല്ലെ ചൊല്ലുമോ. കാവതി കാക്കതൻ കോട്ട് കാവതി കാക്കതൻ കോട്ട് കാവതി 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 കാക്കതൻ കോട്ട് മുട്ടയിട്ടൊരു കുറച്ചൊന്ന്
പൂങ്കുയില് കണ്ണി തേൻമൊഴിയിൽ കഴിച്ച് ഫീലിങ്സ് ഒന്നും എങ്ങനെ കാതലല്ലേ ചൊല്ലുമോ. കന്നി തേൻമൊഴി. പനി പിടിച്ചല്ലേ? അടിപൊളി. ഇത് ലൈവ് കാണാൻ പറ്റിയത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇതിപ്പോ ഇതിന്റെ മുമ്പിലൊന്നും ക്യാമറയുടെ മുമ്പിലൊന്നും ഇല്ല, ഇങ്ങനെ തന്നെയാണ് സെയിം പഠിപ്പിക്കുമ്പോഴും ഇങ്ങനെയാണ്. ഇപ്പൊ അവൻ പറഞ്ഞില്ലേ അത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ, അങ്ങനെയൊക്കെ പറയും ഇടയ്ക്ക്. അത് മതി. പക്ഷെ ഇത്രയും കുസൃതിയായിട്ടും ഇപ്പോ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോ ഒത്തിരി സ്റ്റേജിൽ തന്നെ നിക്കണമല്ലോ, പക്ഷെ അതൊക്കെ ഭയങ്കര രസമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടല്ലോ. ഈ ലൈറ്റും ക്യാമറയും ഒരു സ്റ്റേജും എത്ര രാത്രി ആയാലും ഉറങ്ങാതിരിക്കുകയൊക്കെ ചെയ്യും. സെറ്റിന് പുറകെ ഓടി തന്നെ ഞങ്ങള് വെയിറ്റ് കുറഞ്ഞു. അതാണ് ഇവന്റെ എപ്പോഴും ഞങ്ങൾ തേടി നടക്കണം ഇവനെ. എവിടെയാന്ന് വെച്ചാൽ ഇവര് എല്ലാ ആൾക്കാരും ഇപ്പം ചിലപ്പോ ആങ്കറിന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ്യൂം ടീമിന്റെ കൂടെ. അപ്പൊ എവിടെ ഒന്ന് പോയി തപ്പണം ഇവനെ, ആരെങ്കിലും കൂടെ പോയി സംസാരിച്ച് അങ്ങനെ ഇരിക്കുമായിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കും എനിക്ക് ഹിന്ദി അറിയില്ല, PCR അപ്പൊ പറയാം ക്രിയേറ്റീവ് റൂം, അല്ലെങ്കിൽ പറയും അവിടെ താഴെ കോസ്റ്റ്യൂം റൂം. ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുവനെ. അങ്ങനെയാണ് ശരിക്കും ഇവന് ഭാഷ എത്രയും കിട്ടിയത്. നമ്മളിപ്പോ ഭാഷ അറിയാത്തൊരു സ്ഥലത്ത് ചെന്ന് ഒറ്റയ്ക്ക് പെട്ട് കഴിഞ്ഞാൽ എന്താവും, നമ്മൾ എന്തായാലും പഠിക്കും. അതുപോലെ അവൻ പഠിച്ചത്. അവിടെ ചെന്നാൽ നമ്മളെ വേണ്ട, നിങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല ആൾക്കാരുമായിട്ട്. അതാരും ഏത് ഭാഷയൊന്നും അന്വേഷിച്ചല്ല. അപ്പൊ അങ്ങനെ പഠിച്ചെടുത്തതാണ്. എന്നെ ഇഷ്ടപ്പെട്ടോ? കൊള്ളാവോ? എന്താ ഇഷ്ടപ്പെട്ടെ ശരിക്കും? എനിക്ക് പാട്ട് അറിഞ്ഞൂടാ, പക്ഷെ എങ്കിലും എന്താ ഇഷ്ടപ്പെട്ടെ? അങ്കിളുടെ ഷേപ്പും അങ്കിളുടെ ഹെയറും അങ്കിളുടെ ഷർട്ടും അങ്കിളുടെ പാന്റും. എന്റെ ഷർട്ടും പാന്റും കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടല്ലേ? നീ എന്നെ പുകഴ്ത്താൻ വേണ്ടി മനഃപൂർവ്വം പറഞ്ഞതല്ലേ സത്യത്തിൽ? ഒന്ന് പാവല്ലേ ചോദിച്ചത് ചമ്മിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതല്ലേ സത്യത്തിൽ? സത്യത്തിൽ ഇഷ്ടപ്പെട്ടിട്ടാണോ പറഞ്ഞത്? ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ചേച്ചി കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പൊ ഇന്റർവ്യൂസ് കണ്ടിട്ടുണ്ട്, ഓക്കെ. അതല്ലാതെ ഇവിടെ വന്ന് കണ്ടപ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോ സത്യത്തിൽ ഇഷ്ടപ്പെട്ട, ആക്ച്വലി ഇഷ്ടപ്പെട്ട? എന്തുകൊണ്ടാ ഇഷ്ടപ്പെട്ടെ? ഈ ബനിയനും പാൻസും ഒക്കെ പോയ അതൊന്നും അല്ലാതെ അങ്കിളുടെ ഫേസ് കൊള്ളാവോ? ഒരുപാട് ഇങ്ങനെ അല്ലേ ഇരിക്കണേ? അല്ല, രസമുണ്ട് കാണാൻ. കണ്ട, അപ്പം ശരിയായില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. മേക്കപ്പ് ചെയ്താലേ ശരിയാവുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത്. മേക്കപ്പ് ചെയ്താലേ ശരിയാവുള്ളൂ എന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ കൊള്ളൂല. ഇതിപ്പോ ആരാ പറഞ്ഞേ കൊള്ളാന്ന് പറഞ്ഞത്? ആരാ? എന്നിട്ട് പറഞ്ഞു മേക്കപ്പ് ചെയ്താലേ കൊള്ളാവൂ എന്ന് പറഞ്ഞു. മേക്കപ്പ് ചെയ്താലും മതി എന്നാ ഞാൻ പറഞ്ഞു. മേക്കപ്പ് ചെയ്താലും മതി, എന്നാലും കൊള്ളാം. അത് മേക്കപ്പ് ചെയ്തില്ലെങ്കിൽ കൊള്ളാന്ന്. ഇത് ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിച്ച് പഠിച്ചതല്ലേ? ഡിപ്ലോമേന്റ് അല്ല, ഡിസിപ്ലിനും അല്ല. അതുള്ളൂ. ഇത് ശരിക്കും പഠിച്ചു വെച്ചിരിക്കണ. ഇതിപ്പം ശരസാറിനെ കാണുമ്പോൾ പറയും ശരസാറിനെയാണ് ഇഷ്ടമെന്ന് പറയും, MJ കാണുമ്പോൾ പറയും MJ ആണ് ഇഷ്ടമെന്ന് പറയും, ബിന്നി മാമിനെ കാണുമ്പോൾ പറയും ബിന്നി മാമിനെയാണ് ഇഷ്ടമെന്ന് പറയും. അവരെല്ലാം സോപ്പിടാൻ വേണ്ടിട്ട് ചെയ്തതല്ലേ ഇതൊക്കെ? സോപ്പിടാൻ വേണ്ടിട്ട് ഞാൻ എന്നെ അമ്മേനെ കൂടെ ചെയ്യും. സോപ്പിട്, അമ്മയെ സോപ്പിട്ടെ ഒന്ന് കാണട്ടെ. അങ്ങനെ സോപ്പിടുക. അങ്കിൾ ഉദ്ദേശിച്ചത് അങ്കിളിന്റെ ആങ്കറിങ് ഇഷ്ടപ്പെട്ടോ? അങ്കിളിന് എന്താ ഇഷ്ടപ്പെട്ടു? അതാ ഉദ്ദേശിച്ചത്. സംസാരം ചിരി ഹൈലൈറ്റാ. എല്ലാരും ചിരി ഹൈലൈറ്റാ. എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഇഷ്ടം. ഹാപ്പി ആയിട്ടിരിക്കുന്ന ചിരി ഹൈലൈറ്റും പിന്നെ അങ്കിളിന്റെ ആങ്കറിങ് വർത്താനം പറയുമ്പോ അതൊക്കെ ഇഷ്ടമാണ്. ഈ MJ അങ്കിള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് മോനെ ഇങ്ങനെ തമാശക്ക് വേണ്ടിട്ട് ചൊടിപ്പിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ കളിയാക്കാൻ വേണ്ടിട്ടൊക്കെ പറയുമല്ലോ. അപ്പൊ ശരിക്കും ദേഷ്യം വരുമോ? ഇടയ്ക്കൊക്കെ ദേഷ്യം വരും. അപ്പൊ ഞങ്ങള് ദേഷ്യമൊക്കെ വന്നിട്ട് കുറച്ചേരൊക്കെ അങ്ങനെ മസിൽ പിടിച്ചൊക്കെ ഇരിക്കും. ഞാനാണെങ്കിൽ അത് ദേഷ്യം കൊണ്ടുണ്ട് എന്നിട്ടത് മാറ്റി വെക്കും. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കും. എന്ത് പറഞ്ഞാണ് ദേഷ്യം മാറ്റി വെക്കണത്? മനസ്സുകൊണ്ട് അപ്പൊ എന്ത് വിചാരിക്കും? ഇത് ഷോ ആണ്. ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ പ്രാർത്ഥിക്കുമ്പോ ആ സാധനം പോകും. പോയിട്ട് കഴിഞ്ഞു. അതടിപൊളി. അപ്പം വാക്കുട്ടിയുടെ അടുത്ത് എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ? ഇല്ല, അത്രയില്ല. അത്രയില്ല, കുറച്ചൊക്കെ വരും. ഇടയ്ക്ക് മാന്തയും പിച്ചയൊക്കെ ചെയ്യുമ്പോ ചെറുത് ഇത്രേ ഉള്ളൂ. ബിഹുവിന്റെ അടുത്ത് എങ്ങനെയായിരുന്നു? ബിഹുവിന്റെ എത്ര ഉണ്ടായിരുന്നു? ഇച്ചിരി കൂടുതലായിരുന്നു. ബിഹു എങ്ങനെ? ബിഹുവിന്റെ 76, വാക്കോട്ടിന്റെ 70. ഓ, അങ്ങനെ പോയിന്റ് കയറിയിട്ടിരിക്കുക. ഈ ബിഹു എങ്ങനെ ഓടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നോ? മാന്തയും പിച്ചുമൊക്കെ ചെയ്യുമോ? എങ്ങനെയാണ്? അതെ, ഒരു പ്രാവശ്യം മാന്തിട്ടുണ്ടായിരുന്നു. മാനേജ് പോയപ്പോ ഇവിടെ മാന്തി. അതെന്തിനാ മാന്തിയെ? എന്തോ കൈങ്ങാണ്ട് കൊണ്ട്
പിന്നെ ചേച്ചി ഇവിടെ മാന്തി എന്നെ മാന്തല് ഫുള്ളും ഇതാ എല്ലാവരും മാന്തി 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 നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് പാടാണ്. ഫുള്ള് കംപ്ലീറ്റ് മാന്തി. ഇതാണ് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ തലവേദന ഫുള്ളും പോകും. രാത്രി കിടക്കാനും പറ്റത്തില്ല. മുറിവായിട്ട് കൊണ്ടിട്ട് അത്രയ്ക്കും വലിയ മാന്തലാണ്. ഇതേണ്ടോ കാണുന്നില്ലല്ലോ, ചുമ്മായിരിക്കും ഇവിടെ ഒന്നും കാണുന്നില്ല. ഇത് പല സൂക്ഷ്മദർശിനി ഇതല്ല ഇത് ചെറിയൊരു സാധനം ഉണ്ട്. ബിഹുമാന്തിയാ അല്ല, പിഹു ഇവിടെ കണ്ടോ, അത് പോയി. അത് പോയി. ചെറിയ ഇത്ര ഉള്ളായിരുന്നു. ഇതുണ്ടോ മാന്തി. പാക്കുട്ടിയുടെ ആണ് അല്ല, അത് പിഹുവിന്റെയാ. ബാക്കുട്ടി ഒന്നും മാന്തിട്ടൊന്നുമില്ല. ബാക്കുട്ടി അടിച്ചിട്ടുണ്ട്. അത് ഇവര് ഈ കുട്ടികളുമായിട്ടുള്ളത് കോംപ്ലക്സ് ആണ്. കുട്ടികൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ ഞാൻ വലുത് എന്നൊന്നും പറയും. അപ്പൊ അവള് പറയും, വാക്കുട്ടി പറയും ഞാനാ വലുത്, പിഹു പറയും ഞാനാ വലുത്. പിഹു ശരിക്കും ഒരു വയസ്സ് മൂത്തവനേക്കാളും. പിഹു എന്താ വെച്ചാൽ അവൾക്ക് ഇതുപോലെ അനിയനൊന്നും ഇല്ല. അതുകൊണ്ട് അനിയന്റെ സ്ഥാനത്ത് ഇങ്ങനെ എപ്പോഴും അവനെ ഇങ്ങനെ കൺട്രോൾ ചെയ്യും. എടാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. പാട്ട് പാടുമ്പോഴും ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അവളൊരു കൺട്രോൾ ചെയ്യും അവിടെ. അത് അവൾക്ക് നിർബന്ധമാണ്. അതൊക്കെയാണ് ഇവന്റെ പ്രശ്നങ്ങൾ. ഇവൻ പറയും ഞാനാ ചേട്ടൻ, ഞാനാ ചേച്ചി. ആ ഒരു പ്രശ്നമാണ്. പക്ഷെ ആ ജാടയിൽ ആ ബിലാലിനെ ചെയ്തോണ്ടല്ലോ, ബിലാല് വേറെ ലെവലായിരുന്നു. ഓർമ്മയുണ്ടോ ബിലാലിനെ ചെയ്തത്? ഇതാണോ ബിലാല്? മമ്മൂക്കെ കാണിച്ചല്ലോ. അതാണ് ഞാൻ. ആ അതൊക്കെ അല്ല, മമ്മൂക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചായിരുന്നു സ്റ്റേജില്. ഇപ്പൊ കാണിക്കോ? മറന്നുപോയി. മമ്മൂക്കെ ഓർമ്മയില്ലേ? മമ്മൂക്കയുടെ ഡയലോഗ്, മമ്മൂക്കയുടെ 2 ഡയലോഗ് ചന്ദനെ തോപ്പിക്കാൻ അറിയില്ലേ? കൈ ആക്ഷനൊക്കെ കാണിച്ചിട്ട് ചന്ദുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ എന്ന് പറഞ്ഞില്ലേ? എങ്ങനെയാ അങ്ങനെ പറഞ്ഞായിരുന്നു അന്ന് സ്റ്റേജില്. അറിയത്തില്ല, ചന്ദനെ തോപ്പിക്കാൻ അറിയില്ല മക്കളെ. മതി. ഈ അവിടെ പോയിട്ട് ഷാറുഖ് ഖാൻ എന്നാണ് വിളിച്ചത്, ഇവിടെ മമ്മൂക്ക എന്ന് വിളിച്ചു. ഇതെല്ലാം സൂപ്പർ സ്റ്റാറുകളുടെ പേരൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ ഇത്? ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കണത്? ഓ ഭയങ്കര ജോലിയാണല്ലേ നമുക്ക്. ഇപ്പൊ ഇച്ചിരി വേണമെങ്കിൽ പൊടിക്ക് ജാടയൊക്കെ ഇടാം. കാരണം സോണിയുടെ പരിപാടി എന്നൊക്കെ പറയുന്നത് നാട് മുഴുവനും കാണുന്ന പരിപാടിയാ. അപ്പൊ അതില് സൂപ്പർ സ്റ്റാർ ആവുക എന്നൊക്കെ പറയുന്നത് ഇച്ചിരി ജാടയൊക്കെ ഇടാം. വേണമെങ്കിൽ കാലൊക്കെ കാൽമേൽ കയറ്റിയൊക്കെ ഇരിക്കാം. അതെ, അങ്ങനെയൊക്കെ ഇരിക്കാം. അതെ, ഒരു സ്റ്റൈല്. ഈ കൂട്ടുകാരെ കാണുമ്പോ എന്തായിരിക്കും ഇനി റിയാക്ഷൻ? ഓ, അവരൊന്നും കണ്ടില്ലല്ലേ? സ്കൂളിൽ പോയില്ല അതിന് ശേഷം? അതിനുശേഷം ഞാൻ ഇന്നലെ ഗ്രൂപ്പ് കോഡ് വിളിച്ചായിരുന്നു എല്ലാവരുടെയും പിള്ളേരൊക്കെ കൂടെ, അവിടെ ക്യാപ്റ്റൻസ്. അപ്പൊ അവരെ എന്തൊക്കെയാ പറഞ്ഞവരൊക്കെ? എന്തൊക്കെ പറഞ്ഞ എന്തൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് കോളല്ലേ, അപ്പൊ ആരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. എനിക്കാണ് ഒന്നും മനസ്സിലായില്ല. ഞാൻ വളവള ചപ്പാത്തി തിന്നോണ്ടിരിക്കുക. അവരെല്ലാം ഹിന്ദിയിലാ സംസാരിച്ച? ഹിന്ദിയിലാ സംസാരിച്ച. വേറെ ആളോട് സംസാരിക്കുക. ഞാനാണ് ചപ്പാത്തി ഇങ്ങനെ കണ്ടുകൂട്ടി നോക്കിയിരിക്കുക. പിന്നെ പറയാൻ എല്ലാവരും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക. പിന്നെ ഫ്രീ കിട്ടിയപ്പോ ഞാൻ എല്ലാവരോടും സംസാരിച്ചു. ഈ തെലുങ്കിൽ പോയപ്പോ ശരിക്കും അവിടുത്തെ ബെസ്റ്റ് എന്റർടൈനർ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടിയത്. അത് ചെറിയ പ്രായമായിരുന്നില്ല? എത്ര വയസ്സായിരുന്നു? ക്രെഡിറ്റ് പറയുന്നത് ശ്യാം എന്നായിരുന്നു സാറിന്റെ പേര്, ഡയറക്ടറുടെ. ശ്യാം ശങ്കർ. ആ സാറിന് മറക്കാൻ പറ്റില്ല. കാരണം നമ്മൾ അറിഞ്ഞില്ല. ഇവന്റെ ബോഡി ലാംഗ്വേജും ഇവൻ ആ റിഹേഴ്സൽ ടൈമിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് സാറ് നേരിട്ട് കയറ്റി വിട്ടതാ. അടുത്ത ദിവസത്തെ ഷൂട്ടിന് ഞങ്ങളോട് പറഞ്ഞു അവനെ ഇങ്ങനെ തന്നേന്ന് പറഞ്ഞു. എന്നിട്ട് കൊണ്ടങ്ങ് വിട്ടു. ഇവനവിടെ പോയിട്ട് അതാണ് പ്രൊമോ വന്നത് ആ ഷോയുടെ. അന്ന് മുതൽ ആ ഷോ തീരുന്നിടം വരെ ഇവൻ അതിലുണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് അവരിവന് ഒരു അവാർഡ് കൊടുത്തു, ബെസ്റ്റ് എന്റർടൈനർ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഫിനാലയ്ക്ക് ഒരു ഓർക്കസ്ട്ര വായിച്ചിട്ട് ഇവനൊരു പാട്ട് ഫുള്ളായിട്ട് പാടി, ഒരു തെലുങ്ക് പാട്ട്. അത് ടൈംസ് ഓഫ് ഇന്ത്യയിലും അവിടെ ഭയങ്കരമായിട്ട് അത് ഹിറ്റായി. ആ പാട്ട് അമ്മയുടെ പാട്ടായിരുന്നു. അപ്പോൾ അത് ഭയങ്കര മറക്കാൻ പറ്റാത്ത സംഭവമാണ്. 1.5 വയസ്സിൽ അങ്ങനെ ഇട്ട്. അങ്ങനെയാണ് നമുക്ക് ശരിക്കും മനസ്സിലായത് ഇവനിൽ എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ആ സമയത്ത് 1.5 വയസ്സിൽ ഫുള്ളായിട്ട് ഒരു തെലുങ്ക് പാട്ട് പഠിച്ച് പാടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ, കുഞ്ഞു കുട്ടിയല്ലേ. അങ്ങനെയാണ് പിന്നെ പാട്ടിലേക്ക് ഇതായത്. പിന്നെ അത് കഴിഞ്ഞ് തെലുങ്ക് പാട്ട് പാടിയപ്പം ശ്രേയ ഘോഷാൽ കണ്ടിട്ട് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീനിയസ് ആന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രായത്തിൽ. എന്താണ് എനിക്ക് അത്ഭുതം മാറുന്നില്ല അതങ്ങോട്ട്. തെലുങ്ക് ഇപ്പൊ ഓർമ്മയുണ്ടോ?
ഞാൻ എല്ലാം മറന്നു. പഠിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് മാറി. ഇത് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങ് കളയുമല്ലേ നമ്മള്? ചെറിയ പ്രായം കാരണം ഓർമ്മയില്ല. പിന്നെ 1.5 വയസ്സിൽ അതിനെ ഒന്നര വയസ്സ് പോയതേ ഓർമ്മയില്ല. 1 മാസം മുന്നേ പാടിയ പാട്ട് ഇപ്പൊ ചോദിച്ചാൽ ഓർമ്മയില്ല. അപ്പോ പഠിച്ചെല്ലാം അല്ല, അതിനകത്തൊരു കാരണമുണ്ട്. കാരണം 80 പാട്ടിന് മുകളിൽ ഇപ്പൊ ഹിന്ദി പാട്ട് പാടി കഴിഞ്ഞു ഈ ഷോയില്. ഒരാഴ്ചയിൽ 4 പാട്ട് വെച്ചൊക്കെ പഠിച്ച് പാടുമല്ലേ. അപ്പൊ അതിനെ പൂർണ്ണമായിട്ട് മാറ്റി വെക്കും, അല്ലെങ്കിൽ പുതിയതിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അങ്ങനെ അപ്പൊ ഒന്ന് പൊടി തട്ടി എടുത്താൽ എല്ലാം ശരിയാവും, പക്ഷെ കുറച്ച് മറവിയുണ്ട്. ഇപ്പൊ ഓർമ്മയുള്ള ഏതെങ്കിലും ഉണ്ടോ? ജോൺസൺ മാഷിന്റെ വല്ല ഒരു സാധനം ചെറുതായിട്ട് പാടാൻ? ഓർമ്മയില്ല. മലയാളം പാട്ടില്ല. മലയാളം ഇല്ല കയ്യില്. മലയാളം സ്റ്റോക്ക് എടുക്കണം നമുക്ക്. അടുത്ത ഇന്റർവ്യൂലൊക്കെ നമുക്ക് പൊളിക്കണം. കടവിൽ പാടാൻ അതറിയാം. അല്ലിയാമ്പ് കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കുതുമ്പു വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കൻ വെള്ളം. അവൻ പാട്ട് പാടുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ അങ്ങ് പോയിട്ട് പാടാൻ ശ്രമിക്കുന്നുണ്ട്, മാറുന്നുണ്ട്, ആള് മാറുന്നുണ്ട്. അത് പൊളി. ഈ വേറെ ലെവലാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആവുന്നതിന് കാരണമായ ഒരാളും കൂടെ വരാനുണ്ട്, അച്ഛൻ. 1, 2, 3 welcome the father. അതെ. അപ്പോ നമ്മൾ ഈ കാണുന്ന 2 പേരുടെയും, ഇല്ലെങ്കിൽ ഈ 2 പേരുടെയും പിന്നിൽ 2 പേരുണ്ടായിരുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് സന്ധ്യ, പിന്നെ സജിമോൻ. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഞാൻ ഇത് പറഞ്ഞതുപോലെ ഭയങ്കര രസമാട്ടോ. ഇവര് 2 പേരെയും കൊണ്ട് നിങ്ങൾ ഇത്ര എത്തിക്കാന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് ഒരു ഇൻസ്പിറേഷൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പൊ നിങ്ങൾ 2 പേരും ഇങ്ങനെ നടക്കുമ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ ഇവര് ചെയ്യുന്നുണ്ട്, പണിയെടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒരു സാധനം വേണ്ടേ, ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കണം എന്നുള്ള ഒരു സാധനം വേണ്ടേ? ബേസിക്കലി എനിക്ക് കലയുമായിട്ട് ഒരു ബന്ധമില്ല. എനിക്ക് ബാഹ്യമായിട്ടുള്ള സപ്പോർട്ട് മാത്രമേ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരിക്കും വൈഫാണ് ഈ കുട്ടികളുടെ കാര്യത്തിന് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ജോബിന് വേണ്ടി ശ്രമിച്ചിട്ടില്ല. നമ്മൾ ജോലിക്ക് പോകും, കാര്യങ്ങളൊന്നും. ഞാനിപ്പോൾ KFON പ്രൊജക്റ്റിൽ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. കേരള ഗവൺമെന്റ് പ്രോജക്റ്റ് കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ സന്ധ്യ ശരിക്കും ജോലി ചെയ്യുന്നില്ല. ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. ഒരു ഇതിന് പോലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഒരു ഇന്റർവ്യൂവോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റോ ഒന്നും എഴുതിയിട്ടില്ല. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ഒരു സാക്രിഫൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ. കാരണം ഇതിപ്പോ കലയെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് പറഞ്ഞു എങ്കിലും നമ്മളിപ്പോ ഒരു കുട്ടികളെ കൊണ്ട് എത്ര വലിയൊരു കോമ്പറ്റീഷൻ ആണെങ്കിലും ഒന്നും അറിയില്ലെങ്കിലും ഭാഷ അറിയെങ്കിലും പോകാമെന്ന് പറഞ്ഞാല് മുന്നിലിറങ്ങും. അപ്പൊ അത് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ജോലി നോക്കില്ല, അവിടെ അവര് ചെന്നില്ലെങ്കിൽ എന്ത് പറയുമെന്ന് നോക്കില്ല, ഒന്നും നോക്കില്ല, മുന്നിലുണ്ട്. ഈ ഭാഷയുടെ ലിമിറ്റേഷൻ ഉള്ളപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയും. പക്ഷെ നിങ്ങൾ 2 പേരും ഇവരെ എത്തിക്കുമ്പോൾ ഞാൻ ഏറ്റവും ആദ്യം ആലോചിച്ചത്, ഇപ്പൊ എന്റെ മക്കളെയും കൊണ്ട് പോവുകയാണെങ്കിൽ ഈ ഭാഷയുടെ ലിമിറ്റേഷൻ, ഇപ്പൊ നിങ്ങൾ തെലുങ്ക് പോകുന്നു, ഹിന്ദി പോകുന്നു, എനിക്കൊന്നും ഇത് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ എങ്ങനെ ഇവരോട് ഇത്രയും ജെല്ലായിട്ട് നിൽക്കണ്ടേ? അത് ഭയങ്കര ഒരു ചലഞ്ചാ ഒരു പരിപാടി എന്ന് പറയുന്നത്. നമ്മളുടെ ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ വലിയ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും എനിക്ക് വന്നിട്ടില്ല. പക്ഷെ ഇത് ചെയ്യണ്ടേ, കുട്ടികളെ ഇത് ചെയ്യണ്ടേ, അത് കാണുമ്പോഴാണ് നമുക്ക് പ്രശ്നം. ഈ കുട്ടികളെ അത് എത്തിക്കാനാണ് നമുക്ക് പാട്. അല്ലാതെ വേറെ നമുക്കതിന് വേറൊരു അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മുടെ പണ്ട് ഉണ്ടായ അച്ഛനും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വെച്ച് നോക്കുമ്പോൾ ഇതൊരു കഷ്ടപ്പാടായിട്ട് ഇപ്പം എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല. എന്റർടൈൻമെന്റ് ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരാളും കൂടെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടാണ്, അതുകൂടെ നമുക്ക് കേട്ടിട്ട്. ഹലോ ഈ ചേച്ചി അറിയോ? ആഹിർഭാവെങ്കിലും ബാബുട്ടാന്ന് നീട്ടി വിളിക്കാനാണ് നമ്മൾ മലയാളികൾക്ക് ഇഷ്ടം അല്ലേ? മോൻ ഈ ഒരു ചെറിയ പ്രായത്തില് എത്ര വലിയ അച്ചീവ്മെന്റ് ആണ് നേടിയിരിക്കുന്നത് എന്നുള്ളത് മോന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ മലയാളികൾക്ക് ഒരുപാട് അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം കൂടിയാണിത്. നമ്മളൊക്കെ ഇത്രയും പ്രൗഡാക്കിയതിന് മോന് താങ്ക്സ് പറയണം ആൻറ്റി. ഇനിയും ഒത്തിരി പാട്ടുകൾ പഠിക്കണം, കുറേ വേദികളിൽ പാടാൻ സാധിക്കട്ടെ, കുറേ പാട്ടുകൾ റെക്കോർഡ് ചെയ്യാൻ സാധിക്കട്ടെ. ഞങ്ങൾ മലയാളികളൊക്കെ ഇനിയും പ്രൗഡാക്കാം. So stay humble, conquer more heights. All the best.
താങ്ക് യു. മൃദുല ചേച്ചിയുടെ പാട്ടുകളൊക്കെ അറിയാവോ? ശരിക്കും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടൊക്കെ ഉണ്ട് കുറച്ച്. മോളെ നമുക്ക് എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന ഇവർ രണ്ടുപേരും കൂടില്ലായിരിക്കും, എന്നാലും നമുക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ കൊഴിപ്പിക്കുന്ന എന്ന് പറയാം. ഞാൻ മനസ്സുകൊണ്ട് കുടിച്ചു തരാം കേട്ടോ. ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. 1 2 3 4. നീ പൊളിയാടാ, ചക്രയാ, അടിപൊളിയാ, ഭയങ്കര സ്മാർട്ടാട്ടോ. ചേച്ചിയാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. ഭയങ്കര നമുക്ക് ആ ഫീല് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് ഈ സാധനം കൊണ്ടുവന്നിട്ടുള്ളത്. അതെ അതെ അതെ, അടിപൊളിയാടാ, നന്നായിട്ട് പോകും. നിങ്ങൾക്കാണ് ശരിക്കും സല്യൂട്ട് ചെയ്യേണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ രണ്ടാളും ഉണ്ടല്ലോ, ശരിക്കും ഇവരില്ലെങ്കിൽ ഈ ഹൈറ്റിലേക്ക് എത്തില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും എന്റെ തലച്ചോറ് കാണാൻ കഴിഞ്ഞാലും ഇങ്ങനെയുള്ള നിമിഷങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു അച്ചീവ്മെന്റ്. ഇതിന് മേളിലൊന്നുമില്ല. അതെ, ഞങ്ങൾക്ക് സന്തോഷം ഇങ്ങനെ ഫോണിലൊക്കെ കാണുമ്പോ ചെയ്യാൻ പറ്റും. വളരെ സന്തോഷം. അടിപൊളി.